പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എളിമയിൽ ജീവിക്കാൻ കൃപ നൽകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അഹങ്കാരത്തിൽ നിന്ന് കർത്താവേ, എൻ്റെ ജീവിതത്തെയും എൻ്റെ ആത്മാവിനെയും രക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിശാചിൻ്റെ സ്ഥായിയായ ഒരു ഭാവമാണ് അഹങ്കാരം. കർത്താവിനോട് പറഞ്ഞില്ലേ, മത്തായി 4-ാം അധ്യായത്തിൽ ഒരു വലിയ ഗോപുരത്തിൻ്റെ മുകളിൽ നിർത്തിയിട്ട് പറയുകയാണ്, ദേ കാണുന്നതെല്ലാം എൻ്റെയാണ്, നീ എന്നെ ആരാധിച്ചാൽ ഇതെല്ലാം ഞാൻ നിനക്ക് തരാം. അത് അവന് ദൈവത്തിൻ്റെ മുന്നിൽ, കർത്താവിൻ്റെ മുന്നിൽ എളിമപ്പെടാൻ പറ്റുന്നില്ല. അഹങ്കാരം, ഗർവ് കലർന്ന കണ്ണുകളോടെ ദൈവത്തിൻ്റെ മുന്നിൽ അവനായിരിക്കുകയാണ്. ഇതുപോലെ എപ്പോഴാണോ നമുക്ക് അഹങ്കാര ചിന്തകൾ ഉണ്ടാകുക, അപ്പോൾ നമ്മുടെ ആത്മാവ് ദൈവത്തിൽ നിന്ന് അകന്നു പോകും. എന്താണ് അഹങ്കാരം? അവരൻ്റെ മുകളിൽ എന്നെ ഞാൻ സ്ഥാപിക്കുന്നതാണ് അഹങ്കാരം. അതായത് ഞാൻ ചിന്തിക്കുകയാണ്, എൻ്റെ അയൽവാസിയേക്കാളും നല്ലൊരാളാണ് ഞാൻ, എൻ്റെ ഭർത്താവിനേക്കാളും നല്ല വ്യക്തിത്വമാണ് ഞാൻ, എൻ്റെ മക്കളെക്കാളും നല്ലൊരു വ്യക്തിയാണ് ഞാൻ. അതായത് മറ്റൊരാളെക്കാളും ബെറ്ററായിട്ടുള്ളൊരു വ്യക്തിയാണെന്നുള്ളൊരു ചിന്ത എൻ്റെ തലയിൽ വന്നാൽ ഞാൻ അഹങ്കാരിയായിട്ട് മാറും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെപ്പോഴും എളിമയോടുകൂടെ കർത്താവിൻ്റെ മുന്നിലും മനുഷ്യരുടെ മുന്നിലും വ്യാപരിക്കാനായിട്ട് പഠിക്കണം. അല്ല, നമ്മളാരും മറ്റൊരാളെക്കാളും ബെറ്ററായിട്ടുള്ള പേഴ്സൺ അല്ല. നമ്മൾ പുറമേ കാണുന്നതല്ലല്ലോ, കർത്താവിന് മാത്രമല്ലേ നമ്മുടെ ഉള്ളറിയത്തുള്ളൂ. വചനം എന്താ പറയുന്നത്? പ്രഭാഷകൻ 10:12, അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നിന്ന് അകലുന്നു, ഹൃദയം അവൻ്റെ സൃഷ്ടാവിനെ പരിത്യജിക്കുന്നു. അഹങ്കാരത്തോടൊപ്പം പാപവും മുളയെടുക്കുന്നു, അതിനോട് ഒട്ടി നിൽക്കുന്നവൻ മ്ലേച്ഛത വമിക്കും. ഇത് അഹങ്കാരം തുടങ്ങുമ്പോൾ സൃഷ്ടാവിൽ നിന്ന് അകലും. ഞാൻ എന്നെ തന്നെ ദൈവത്തിന് മുകളിൽ പ്രതിഷ്ഠിക്കാൻ തുടങ്ങും. ഞാൻ എന്നെ തന്നെ മനുഷ്യരുടെ മുകളിൽ പ്രതിഷ്ഠിക്കാൻ തുടങ്ങും. ഞാൻ എന്തോ ആണെന്നുള്ളൊരു ഭാവം നമ്മുടെ ഉള്ളിൽ വരും. അപ്പം അത് വേണ്ട, നമുക്ക് ആർക്കും വേണ്ട. നിങ്ങൾക്ക് സമ്പത്തുണ്ടോ? നല്ലൊരു കാര്യം, ദൈവത്തിന് നന്ദി പറയുക. ഒന്നിനെ പ്രതിയും അഹങ്കരിക്കേണ്ട, എളിമയോടുകൂടെ ജീവിക്കാൻ. കർത്താവ് എല്ലാം അങ്ങ് തന്നതാണ്, എല്ലാം അങ്ങയുടെ കരുണയാണെന്നുള്ള ചിന്തയിൽ താഴ്മയോടുകൂടെ ജീവിക്കാം. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മെസ്സേജ് ബോക്സിൽ ഈശോയെ എന്നെ എളിമയിൽ ആഴപ്പെടുത്തണമേ എന്ന് ടൈപ്പ് ചെയ്യുക. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.